നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ നിന്ന് വേദനസംഹാരിയായ മരുന്ന് പിൻവലിച്ചു. പാക്കേജിംഗിലെ പിഴവ് വില്ലനായി. ബ്രിട്ടനിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന വേദനസംഹാരിയായ നാപ്രലീഫ് 250 ഗ്രാം ഗുളികകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഡോസേജുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങൾ മരുന്നിൻ്റെ പാക്കറ്റിൽ രേഖപ്പെടുത്താത്തതാണ് ഈ അടിയന്തര നടപടിക്ക് കാരണം. മരുന്ന് നിർമ്മാതാക്കളായ ഒമേഗ ഫാർമ ലിമിറ്റഡിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായി B51-496, B51-497, B51102 എന്നീ ബാച്ചുകളാണ് പിൻവലിച്ചത്. നാപ്രോക്സിൻ അടങ്ങിയ ഈ മരുന്ന് സാധാരണയായി സന്ധിവേദന, പേശിവേദന, ആർത്തവ വേദന എന്നിവയ്ക്കാണ് ഉപയോഗിക്കാറുള്ളത്. പ്രതിദിനം 3 ഗുളികകളിൽ കൂടുതൽ കഴിക്കരുത് എന്ന സുപ്രധാന മുന്നറിയിപ്പ് ഈ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്നില്ല. ഇത് അമിതമായി ഉപയോഗിച്ചാൽ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഈ ബാച്ചുകളിലെ മരുന്ന് കൈവശമുള്ളവർ അത് കഴിക്കരുതെന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മരുന്നുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്ക് ഫാർമസിസ്റ്റുകളെയോ ഡോക്ടർമാരുമായോ ബന്ധപ്പെടാവുന്നതാണ്. വോൾവർഹാംപ്ടണിൽ വീടിന് തീപിടിച്ചു. 2 കുരുന്നുകൾക്ക് ദാരുണാന്ത്യം. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ വോൾവർഹാംപ്ടണിൽ വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത തീപിടുത്തത്തിൽ 2 കൊച്ചുകുട്ടികൾ കൊല്ലപ്പെട്ടു. മേസൺ സ്ട്രീറ്റിലെ ഒരു വീട്ടിലാണ് രാത്രി 8:30 തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ വീടിനുള്ളിൽ നിന്ന് 2 കുട്ടികളെ പുറത്തെടുത്തെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. പാരാമെഡിക്കൽ സംഘം ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും മറ്റ് 2 കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആംബുലൻസ് ഉദ്യോഗസ്ഥർ ഇവരെ പരിശോധിച്ചെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. തീപിടുത്തത്തിൽ വീടിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് പരിശോധനകൾക്കായി പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഹൃദയഭേദകമായ ഈ സംഭവത്തിൽ പോലീസ് അനുശോചനം രേഖപ്പെടുത്തുകയും അന്വേഷണവുമായി സഹകരിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ ബ്രിട്ടൻ. നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് സൂചന. അഭയം നിഷേധിക്കപ്പെട്ട അഫ്ഗാൻ പൗരന്മാരെ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് സൂചിപ്പിച്ചു. നിലവിൽ താലിബാൻ സർക്കാരിനെ UK അംഗീകരിക്കാത്തതിനാൽ അഫ്ഗാനികളെ തിരിച്ചയക്കുന്നതിന് നിയമ തടസ്സങ്ങളുണ്ട്. എന്നാൽ സമാനമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അഫ്ഗാനുമായി നടത്തുന്ന ചർച്ചകളെ ബ്രിട്ടൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഹോം സെക്രട്ടറി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായി തുടരുമ്പോഴാണ് ബ്രിട്ടൻ്റെ ഈ നീക്കം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയുന്നതും സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് വിലക്കുന്നതും തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം മനുഷ്യാവകാശ സംഘടനകളെ ഞെട്ടിച്ചിട്ടുണ്ട്. 2025 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തുന്നവരിൽ ഭൂരിഭാഗവും അഫ്ഗാൻ പൗരന്മാരാണ്. നിയമവിരുദ്ധമായ ഇത്തരം കുടിയേറ്റങ്ങൾ തടയാൻ കർശന നടപടികൾ സ്വീകരിക്കാനാണ് സ്റ്റാർമർ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഷബാന മഹ്മൂദ് അറിയിച്ചു. ഇന്ധന പ്രതിസന്ധി. വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയർന്നത് വിമാനയാത്രയെ ബാധിക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് മുന്നറിയിപ്പ് നൽകി. ഇന്ധനവിലയിലുണ്ടായ ഈ വർധനവ് ടിക്കറ്റ് നിരക്കുകളിലും പ്രതിഫലിക്കുമെന്ന് BAയുടെ മാതൃകമ്പനിയായ ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കി. നിലവിൽ ഇന്ധനശേഖരം മുൻകൂട്ടി ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചു. ഇന്ധനക്ഷാമം മൂലം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നാൽ വിമാനത്താവളങ്ങളിലെ സ്ലോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയായി 80% സ്ലോട്ടുകൾ ഉപയോഗിക്കണം എന്ന നിയമത്തിലാണ് മാറ്റം വരുത്തിയത്. ഇതിനിടെ ജെറ്റ്2, വെർജിൻ അറ്റ്ലാന്റിക് തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ തൽക്കാലം സാധാരണ നിലയിൽ തുടരുമെന്ന് യാത്രക്കാർക്ക് ഉറപ്പ് നൽകി. എന്നാൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടാനോ ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂടാനോ സാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ എനർജി കമ്മീഷണർ ഡാൻ ജോർഗൻസൺ മുന്നറിയിപ്പ് നൽകി. കെയർ വർക്കർമാരുടെ സ്ഥിര താമസ നിയമം. ഷബാന മഹ്മൂദിൻ്റെ മണ്ഡലത്തിൽ പ്രതിഷേധം കടുക്കുന്നു. വിദേശ കെയർ വർക്കർമാർക്ക് UKയിൽ സ്ഥിര താമസാനുമതി ലഭിക്കാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് 10-15 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ലേബർ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന യൂണിസൺ യൂണിയന്റെ നേതൃത്വത്തിൽ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിൻ്റെ ബർമിംഗ്ഹാം ലേഡിവുഡ് മണ്ഡലത്തിൽ വൻതോതിലുള്ള ലഘുലേഖ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഒരു പ്രമുഖ യൂണിയൻ സ്വന്തം പാർട്ടിയുടെ നയത്തിനെതിരെ ഇത്ര വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ്.
കെയർ മേഖലയിലെ 1/3 ജീവനക്കാരും വിദേശികളാണെന്നും പുതിയ നിയമം അവരെ ചൂഷണത്തിലേക്ക് നയിക്കുമെന്നും യൂണിസൺ ആരോപിച്ചു. പലരും 5 വർഷത്തിനുള്ളിൽ സ്ഥിരതാമസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UK-യിലെത്തിയത്. പെട്ടെന്നുള്ള ഈ മാറ്റം തങ്ങളുടെ കുടുംബങ്ങളെയും ഭാവിയെയും തകർക്കുമെന്ന് കെയർ വർക്കർമാർ പറയുന്നു. എന്നാൽ ദശലക്ഷക്കണക്കിന് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് സ്ഥിരതാമസം നൽകുന്നത് പൊതുസമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും സ്ഥിരതാമസം എന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകേണ്ട ഒന്നാണെന്നുമാണ് ഹോം ഓഫീസിന്റെ നിലപാട്. ഈ വിഷയത്തിൽ ലഭിച്ച 2 ലക്ഷത്തോളം പ്രതികരണങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.